അനേക്ക എൻ്റെ ഒരു സുഹൃത്തിനെ ബ്ലഡ് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കണ്ടു കഴിഞ്ഞാൽ അപ്പം പേടിച്ചിട്ട് തന്നെ ഇതിന് കാരണം എന്താ? അത് പറയാം. പക്ഷെ അതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രക്തം കണ്ട് പേടിച്ച് തലകറങ്ങുക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. കേവലം ഒരു പേടിയല്ല. സാധാരണ പേടികളുണ്ടല്ലോ, ഫോബിയാസ്, അതുപോലെയല്ല ഈ ഹീമോഫോബിയ അല്ലെങ്കിൽ ഈ ബ്ലഡ് ഇഞ്ചുറി ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് അതിന് മറ്റൊരു സംഗതിയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സാധാരണ പേടികളിൽ നമ്മുടെ ബി.പിയും പൾസും കൂടുകയാണ്. പക്ഷെ രക്തം കണ്ടിട്ടുള്ള ഈ അവസ്ഥ ബി.പിയും പൾസിനെയും കുറയ്ക്കും. പിന്നെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ നാഡി ഞരമ്പ് വ്യൂഹം ഉണ്ടല്ലോ, നെർവ് സിസ്റ്റം, പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും സിമ്പത്തറ്റിക് സിസ്റ്റം ഇനാക്ടിവേറ്റ് ആവുകയും ചെയ്യാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയും. അപ്പോൾ നമുക്ക് ഓക്കാനും തലകറക്കൊക്കെ വരും. ഇതൊരു കേവലം പേടിയാണെന്ന് പറഞ്ഞ് ഇതിനെ ചുരുക്കി പറയുന്നത് സത്യത്തിൽ അനൗചിത്യമാണ്. അപ്പൊ അതിനുള്ള പരിഹാരം എന്താ? നല്ല ചോദ്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് അറിയില്ല. സത്യത്തിൽ ഒരു എക്സസൈസ് ഉണ്ട്, അതിലൊരു 80 to 90% റിസൾട്ട്സും ഉണ്ട്. അപ്ലൈഡ് മസിൽ ടെൻഷൻ എന്നാണ് അതിന് പറയാം. നമ്മുടെ ശരീരത്തിലെ മേജർ മസിൽസ് ആയിട്ടുള്ള ഫിസ്റ്റ്, ആം, അബ്ഡോമൻ, തൈ, ഇത് നമ്മളൊന്ന് ടൈറ്റൻ ചെയ്ത് പിടിക്കണം ഫോർ 10 to 15 seconds. ശേഷം നമ്മളൊരു 20 seconds റിലാക്സ് ചെയ്യാം. ശേഷം പിന്നെയും ടൈറ്റൻ ചെയ്ത് പിടിക്കുക. അങ്ങനെ ഒരു റിതമിക് സൈക്കിൾ ഫോളോ ചെയ്യാം. ഇതിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ എക്സസൈസ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സിറിഞ്ച് കാണുമ്പോഴല്ല, നമ്മളിത് ട്രെയിൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, എപ്പോ നമ്മൾ ഈ സ്റ്റിമുലേ കാണുന്നു അപ്പൊ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് കൂടാതെ വേറെ കുറെ ടെക്നിക്സ് ഉണ്ട് കേട്ടോ. ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക്, എണ്ണ പിടിക്കുക, കിടക്കുക, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ്. അപ്ലൈഡ് മസിൽ ടെൻഷൻ, ഈ ഒരു എക്സസൈസിലൂടെ 80 to 90% റിസൾട്ട്സ് ഉണ്ട്. പിന്നെ മെഡിസിൻസ് ഉണ്ട്. അതിനെന്ത് ചെയ്യണം? ഡോക്ടറെ പോയി കാണണം. എക്സാക്ട്ലി.